ഹലോ ഫ്രണ്ട്സ്, WeBake&Moreൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറന്മുള സദ്യ സീരീസിലെ അടുത്ത വിഭവം സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. സാമ്പാർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് അമ്മയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന പച്ചക്കറികൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഒരു കഷ്ണം വെള്ളരിക്കായ, ഇതൊരു കഷ്ണം കുമ്പളങ്ങായ, ഒരു കഷ്ണം പടവലങ്ങായ, ചെറിയ ഒരു ഏത്തക്ക, 2 ഉരുളക്കിഴങ്ങ്, ഒരു സവാള, മീഡിയം സവാള, ഒരു വഴുതനങ്ങ, അതും ചെറുതാണ്, 3 മീഡിയം സൈസ് തക്കാളിക്ക്, പിന്നെ അത് മുറിച്ചതാണ് 3 പീസ് മുരിങ്ങയ്ക്കായ. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടുന്നത് ഏകദേശം ഒരു 10 ചുമന്നുള്ളി, ഒരു 3 പച്ചമുളകും. 200 ഗ്രാം തൊമരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി റെഡിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. തൊമര നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഏകദേശം 3/4 ലിറ്റർ വെള്ളമുണ്ട്. ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ വരണം. അത് കഴിഞ്ഞ് ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യണം. ആവി പോകാൻ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ നമ്മുടെ തൊമര ഇവിടെ വെന്ത് റെഡിയായി. അതിൻ്റെ ആവിയൊക്കെ പോയി. നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ വഴറ്റാം. അപ്പോൾ പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ അളവിൽ വേണം അരിയാന്നുണ്ട്. കണ്ടോ, കനമെല്ലാം ഒരുപോലെ ഇരിക്കണം. പിന്നെ ഞാൻ മറന്നുപോയി കാണിക്കാൻ, ഒരു കഷ്ണം ചേന വേണം. അത് ഈ അളവിൽ തന്നെ അരിയണം. അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാരറ്റും. ഇത് രണ്ടും ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ സെയിം അളവിൽ തന്നെ അരിഞ്ഞ് ഇതും കൂടെ ചേർക്കാം. ഇത് നമുക്ക് വഴറ്റാം. ഇനി പാത്രം ഇവിടെ ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് സദ്യ സ്പെഷ്യൽ പ്രത്യേകം വെക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വഴറ്റിയൊക്കെ എണ്ണയൊക്കെ അല്ല, സാധാരണ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല വെക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. ഇത് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇതിൻ്റെ കഷണം ഏകദേശം 3/4 ഭാഗത്തിൽ കൂടുതൽ വേവായി. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് സാമ്പാറിൻ്റെ കൂട്ടുണ്ടാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ പാണ്ടിമുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറി ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതല്ല, ഇതിനകത്തെ വെള്ളം, പച്ചക്കറിക്കകത്തെ വെള്ളത്തിലാണ് ഇത് വെന്തിരിക്കുന്നത്. ശകലം പോലും വെള്ളം ചേർത്തതല്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചുവന്നുള്ളി അരിഞ്ഞിട്ട്, ഇനി ഇതിനകത്തോട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് ഒഴിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി വറുത്ത് വെച്ചിരുന്ന ചേർപ്പാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
ചീനച്ചട്ടി ചെറുതാണ്, അതുകൊണ്ട് ഞാൻ സാമ്പാർ പഴയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്, തിളപ്പിച്ചാർച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, നന്നായിട്ട് ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തണുക്കുമ്പോൾ കുറേ കൂടെ കുറവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്